പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ റിലേറ്റഡ് വീഡിയോ തന്നെയാണ്. എനിക്ക് കൂടുതൽ റെസ്പോൺസ് കിട്ടിയിരിക്കുന്നത് ഈ ഹെയർ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുമ്പോഴാണ്. കുറെ പേര് ഇൻട്രസ്റ്റഡ് ആണ് ഈ ഹെയർ കെയർ ടിപ്സിനൊക്കെ ആയിട്ട്, കുക്കിംഗ് വീഡിയോസിനേക്കാൾ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, എന്റെ ചാനലിന്റെ പേര് ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോ ഹെയർ കെയർ വീഡിയോസ് ഇടുന്നുണ്ട്, അല്ലാതെ ഹെൽത്ത് ടിപ്സ് വീഡിയോസ് ഇടുന്നുണ്ട്, കുക്കിംഗ് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടി ഒരു കോമൺ ആയിട്ടൊരു പേരിടാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ എന്റെ കുറെ വ്ളോഗ്സ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഞാനിപ്പോ ഇട്ടിരിക്കുന്ന പേര് കുറച്ചും കൂടി മാച്ച് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഡെയിലി സ്പൈസ് എന്നുള്ള ചാനലിന്റെ പേര് ഞാൻ മാറ്റിയിട്ട് പാറൂസ് പാരഡൈസ് എന്നുള്ള പേരാക്കിയിട്ടുണ്ട്. കാരണം എന്റെ പേര് പാർവതി എന്നാണ്, അതുകൊണ്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു പേരിട്ടു, അത്രേ ഉള്ളൂ. ഇതിന്റെ പേരിന്റെ പിന്നിൽ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ പേര് ഡെയിലി സ്പൈസ് എന്നതിൽ നിന്ന് പാറൂസ് പാരഡൈസ് എന്നുള്ളതാക്കിയിട്ടുണ്ട്. അതൊന്നും കൂടി ഇൻഫോം ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളോട്. പിന്നെ ഹെയർ കെയർ ടിപ്സ്, ഹെയർ റിലേറ്റഡ് വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. കുറെ പേര് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. കുറെ ടിപ്സ്, ഇപ്പം താരന്റെ ടിപ്സ് ആണെന്നുണ്ടെങ്കിലും, താരനകറ്റാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണെന്നുണ്ടെങ്കിലും, അങ്ങനെ മുടി പെട്ടെന്ന് വളരാനുള്ള ടിപ്പ് ആണെന്നുണ്ടെങ്കിലും കുറെ പേര് എന്നോട് ചോദിച്ചു വരുന്നുണ്ട്. കമന്റ് ബോക്സിലൂടെ ആണെങ്കിലും പേഴ്സണൽ ആയിട്ടാണെന്നുണ്ടെങ്കിലും. അപ്പൊ എല്ലാവരുടെയും സംശയങ്ങളും ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ക്ലിയർ ചെയ്ത് തരാം. ഓരോ വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ഇനി എന്തൊക്കെ വീഡിയോസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നോട് കമന്റ് ബോക്സിൽ പറയാം. ഞാൻ തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിൽ എന്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ എന്റെ ഈ ചാനലില് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരമാവാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോന്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാടൻ സ്റ്റൈലില് നമ്മുടെ മുടിയുടെ കെയറിന് വേണ്ടിയിട്ടുള്ള, മുടി നന്നായിട്ട് വളരാനും മുടിയിൽ താരനകരാനും ഹെയർ ഓയിലാണ്. നമ്മുടെ നാടൻ സ്റ്റൈലില് അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലുള്ള ഹെയർ ഓയിലാണ്, കാച്ചിയ എണ്ണയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത്രയൊന്നും ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഇടണമെന്നില്ല. എനിക്ക് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ അതൊക്കെ യൂസ് ചെയ്തെന്ന് മാത്രം. യൂസ് ചെയ്താൽ അത്രയും ഗുണം കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ളത് മാത്രം വെച്ചിട്ടും നിങ്ങൾക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 10 ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് മുഴുവനും നിങ്ങൾ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് അവൈലബിൾ ആണോ അത്ര മാത്രം മതി നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസിന് വേണ്ടി തപ്പിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പിടി തുളസി ഇല എടുത്തിട്ടുണ്ട്, ഒരു പിടി മൈലാഞ്ചി ഇല എടുത്തിട്ടുണ്ട്. മൈലാഞ്ചി ഇല കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എടുത്തിരിക്കുന്നത് ആര്യവേപ്പില ഒരു കൈപ്പിടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ സ്കാൽപ്പിനൊക്കെ നല്ല ഗുണം ചെയ്യുന്ന ഒരു ഇലയാണ്. പിന്നെ കറിവേപ്പിലയും ഒരു പിടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനായിട്ട് ഈ കറിവേപ്പില സഹായിക്കും. പിന്നെ എടുത്തിരിക്കുന്നത് 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത്. കളർ നോക്കേണ്ട ആവശ്യമില്ല, 5 ഇതളുള്ള ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് കീഴാർ നെല്ലിയാണ്. കീഴാർ നെല്ലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെല്ലിക്ക എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. കീഴാർ നെല്ലി ആകുമ്പോൾ കുറച്ചും കൂടി ബെനിഫിഷ്യലാണ്. പിന്നെ എടുത്തിരിക്കുന്നത് കയ്യന്നിയാണ്. കയ്യന്നിയുടെ നമ്മുടെ എല്ലാ പാർട്ടും നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതിൻ്റെ തണ്ടാവട്ടെ, ഇലയാവട്ടെ, പൂവാവട്ടെ, വേരാവട്ടെ, എല്ലാം നമ്മുടെ മുടിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ് പറയുന്നത് കുരുമുളക്, കറുത്ത കുരുമുളക്, ഹോൾ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉലുവ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ ഒക്കെ കുതിർത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഉലുവ എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കറ്റാർ വാഴയുടെ കഷ്ണം, ചെറിയ കറ്റാർ വാഴയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അറ്റം വെട്ടിയതിന് ശേഷം അതിലെ മഞ്ഞ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ഫ്ലൂയിഡ് മുഴുവനും ഊർന്നു പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു എണ്ണ കാച്ചുന്ന സമയത്ത് അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, കറ്റാർ വാഴ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് സ്കിൻ അലർജിയൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. തലയൊക്കെ സ്കാൽപ്പൊക്കെ തടിച്ച് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, നല്ലതാണ് തലമുടിക്ക്. പക്ഷെ ഞാൻ ചേർക്കുന്നില്ല, എനിക്ക് തലവേദനയും കുറച്ച് നീരിറക്കമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറ്റാർ വാഴയുടെ ആ മുള്ളുള്ള 2 സൈഡിലും മുള്ളുള്ള പോർഷൻ ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ചിലവർ ഈ ജെല്ല് മാത്രം എടുക്കും, പക്ഷേ ഞാനിവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ആ മുള്ള് കളഞ്ഞിട്ട് ബാക്കിയുള്ള പോർഷൻസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുള്ളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഇലകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. ഒരുപാട് ഫൈൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ഞാനിത് അരച്ചെടുത്തേക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കീഴാർനെല്ലിയാണ്. കീഴാർനെല്ലി തണ്ടോട് കൂടിയിട്ടാണ് ഇടാൻ പോകുന്നത്. വേര് നമ്മൾ കട്ട് ചെയ്ത് കളയും. തണ്ടോട് കൂടിയിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടാം. ഇനി അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കയ്യോന്നിയാണ്. കയ്യുഞ്ഞി എന്നൊക്കെ പറയും. ഇതിൻ്റെ എല്ലാ പാർട്ടും, അതായത് ഇല മുതൽ വേര് വരെയുള്ള എല്ലാ പാർട്ടും ഔഷധ ഗുണമുള്ളതാണ്. അതുകൊണ്ട് ഞാനിത് മൊത്തമായിട്ട് കട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക്, സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഉലുവ നമ്മൾ ഡ്രെയിൻ ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കറ്റാർവാഴയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. കറ്റാർവാഴയുടെ ജെല്ലിലുള്ള വെള്ളം തന്നെ മതി നമുക്കിത് അരച്ചെടുക്കാനായിട്ട്. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം. കണ്ടില്ലേ? ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് ഫൈനല്ല, എന്നാൽ ഒരുപാട് തിക്കുമല്ല. ഈ ഉലുവയൊക്കെ കുറച്ച് അങ്ങനെ തന്നെ കിടപ്പുണ്ട്, ഗ്രൈൻഡ് ആവാണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഇനി നമുക്ക് എണ്ണ കാച്ചാനായിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെക്കണം. തീ ഓൺ ചെയ്യാനായിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ എന്ന് പറയുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ മാത്രമല്ല യൂസ് ചെയ്യുന്നത്. എള്ളെണ്ണയും വെളിച്ചെണ്ണയും ഒരേ ക്വാണ്ടിറ്റിയിലെടുത്തിട്ട് അത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ടോട്ടൽ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് എള്ളെണ്ണയുടെയും വെളിച്ചെണ്ണയുടെയും മിക്സ് 2 ഗ്ലാസ്സാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഈ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഏകദേശം 15 മിനിറ്റോളമായി ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ പത ഇങ്ങനെ വരുന്നുണ്ട്, മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കണ്ടില്ലേ? ഈ ഒരു ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി ചൂടാറുമ്പോൾ ഇനി നമുക്കിത് അരിച്ചെടുക്കാം.
ഇതിപ്പോൾ മുഴുവനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇങ്ങനെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്കാണ് മാറ്റുന്നത്. മാക്സിമം പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരു നാളം വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കി കഴിഞ്ഞു, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാം അറിയാവുന്ന രീതിയിൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതെന്റെ ചാനൽ തപ്പി പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. നിങ്ങൾ ഈ ഹെയർ ഓയിൽ ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ദിസ് ഇസ് പാർവതി സൈനിങ് ഓഫ്. ബൈ.